രവിക്കെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി പിണറായി വിജയൻ. അന്തരിച്ച നടൻ ഇന്നസെന്റിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയതുമായി ബന്ധപ്പെട്ട് BJP നേതാവും സംവിധായകനുമായ മേജർ രവി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാതി നൽകി. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കുമാണ് അദ്ദേഹം പരാതി സമർപ്പിച്ചത്. വസ്തുതാവിരുദ്ധവും അപകീർത്തികരവുമായ പരാമർശങ്ങൾ നടത്തി നവമാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം നടത്തിയവർക്കെതിരെ അന്വേഷണം വേണമെന്നാണ് പരാതിയിലെ ആവശ്യം. അന്തരിച്ച നടൻ ഇന്നസെന്റിന് ആദരാഞ്ജലി അർപ്പിക്കാൻ മുഖ്യമന്ത്രി 56 കാറുകളുടെയും 560 പോലീസുകാരുടെയും 10 ഫയർ എഞ്ചിനുകളുടെയും അകമ്പടിയോടെയാണ് എത്തിയതെന്നായിരുന്നു മേജർ രവിയുടെ പരാമർശം. ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ നിരവധി നവമാധ്യമ ഹാൻഡിലുകൾ കൃത്രിമമായി ദൃശ്യങ്ങൾ നിർമ്മിച്ച് വലിയ രീതിയിൽ പ്രചാരണം നടത്തിയിരുന്നു. സംഭവ ദിവസത്തെ യഥാർത്ഥ ദൃശ്യങ്ങളും നവമാധ്യമങ്ങളിൽ കൃത്രിമമായി നിർമ്മിച്ച് പ്രചരിപ്പിച്ച പോസ്റ്ററുകളുടെ ലിങ്കുകളും പരാതിയോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം സേവനങ്ങൾ പണിമുടക്കി. ആപ്ലിക്കേഷനുകൾ ശരിയായി ലോഡ് ചെയ്യുന്നില്ലെന്നും ഫീഡുകൾ പുതുക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ടെന്നും ആയിരക്കണക്കിന് ഉപയോക്താക്കൾ പരാതിപ്പെട്ടു. ഇത് പലർക്കും സാധാരണ പോലെ സേവനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. വൈകുന്നേരം 7 മണിയോടെയാണ് പ്രശ്നം ആരംഭിച്ചത്. ഔട്ടേജ് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഡൗൺ ഡിക്ടറേറ്റിൽ വരുന്ന പരാതികളിൽ പെട്ടെന്ന് വർധനവ് രേഖപ്പെടുത്തി. ഒന്നിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഏകദേശം ഒരേ സമയം സമാനമായ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനാൽ തടസ്സം ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ലെന്ന് ഉപഭോക്തൃ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം. മലപ്പുറത്ത് മരിച്ച സ്ത്രീക്ക് ഷിഗല്ല ബാധിച്ചിരുന്നതായി പരിശോധനാ ഫലം. വയറിളക്കം ബാധിച്ച് മരിച്ച കീഴാറ്റൂർ സ്വദേശി സരോജിനിക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. വയറിളക്കത്തെ തുടർന്ന് തിങ്കളാഴ്ചയാണ് ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ആരോഗ്യനില ഗുരുതരമായതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം സ്ഥിരീകരിച്ചത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര 7 വിഭാഗം ബസ്സുകളിൽ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിട്ടുള്ള KSRTC ഓർഡിനറി ബസ്സുകളുടെ സബ് ക്ലാസ് ലിസ്റ്റ് അധികൃതർ ഔദ്യോഗികമായി പുറത്തിറക്കി. ഓർഡിനറി ബസ്സുകളുടെ ഗണത്തിൽപ്പെടുന്ന 7 പ്രധാന വിഭാഗങ്ങളിലാണ് സ്ത്രീകൾക്ക് ഈ സബ് ക്ലാസ് അടിസ്ഥാനത്തിൽ സൗജന്യയാത്ര ആനുകൂല്യം ലഭിക്കുകയെന്ന് KSRTC അറിയിച്ചിട്ടുണ്ട്. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ് ലിമിറ്റഡ് സ്റ്റോപ്പ്, ഗ്രാമവണ്ടി എന്നിവയാണ് സ്ത്രീകൾക്ക് സൗജന്യയാത്രാ സൗകര്യമുള്ള 7 ബസ് വിഭാഗങ്ങൾ. ഈ സർവീസുകളെല്ലാം സ്ത്രീകൾക്ക് ജൂൺ 15 മുതൽ യാത്രാ സൗജന്യം ലഭ്യമാകുമെന്നും ഇതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാനാണ് കൃത്യമായ പട്ടിക പുറത്തുവിട്ടതെന്നും KSRTC അധികൃതർ വ്യക്തമാക്കി. ഷൊർണൂരിലെ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾക്ക് ജപ്തി നോട്ടീസ്. 3 വർഷത്തിലധികമായി വസ്തുനികുതി അടയ്ക്കാത്തതിനെ തുടർന്ന് പാലക്കാട് ജില്ലയിലെ CPIM പാർട്ടി ഓഫീസുകൾക്കെതിരെ റവന്യൂ റിക്കവറി നടപടി. ഷൊർണൂർ നഗരസഭയാണ് കുടിശ്ശിക വരുത്തിയ പാർട്ടി ഓഫീസുകൾക്കെതിരെ ജപ്തി നോട്ടീസ് പുറപ്പെടുവിച്ചത്. CPM കുളപ്പള്ളി ലോക്കൽ കമ്മിറ്റി ഓഫീസ്, ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസ് എന്നിവയ്ക്കെതിരെയാണ് നഗരസഭയുടെ കർശന നടപടി. കുളപ്പള്ളി പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നികുതി കുടിശ്ശിക ഇനത്തിൽ 3/4 ലക്ഷത്തോളം രൂപയും ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റേതായി 1/4 ലക്ഷത്തോളം രൂപയും നഗരസഭയ്ക്ക് ലഭിക്കാനുണ്ട്. ചന്ദ്രൻ തില്ലങ്കേരി സണ്ണി ജോസഫിന്റെ പ്രൈവറ്റ് സെക്രട്ടറി. ബെന്നി തോമസ് രാജിവെച്ച ഒഴിവിലാണ് നിയമനം. ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. നിലവിൽ KPCC സെക്രട്ടറിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ UDF സ്ഥാനാർത്ഥിയായിരുന്നു. സഹോദരി ഭർത്താവും DCC ജനറൽ സെക്രട്ടറിയും മുൻ ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ബെന്നി തോമസിനെയാണ് സണ്ണി ജോസഫ് പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ചിരുന്നത്. പാർട്ടി ഭാരവാഹികളായ നിരവധി പേരുടെ അപേക്ഷ തള്ളിയാണ് സഹോദരി ഭർത്താവിന്റെ നിയമനം. വലിയ വിവാദത്തിലേക്ക് നീങ്ങിയതിനിടെയാണ് ബെന്നിയുടെ രാജി. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രോഗിയെ കാണാതായി. ആശുപത്രിയിലെ ഫോറൻസിക് വാർഡിൽ അല്ലെങ്കിൽ പ്രത്യേക നിരീക്ഷണ വിഭാഗത്തിൽ കഴിയുന്ന സ്ത്രീയെയാണ് കഴിഞ്ഞ ദിവസം മുതൽ കാണാതായത്. മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മലപ്പുറം കുറ്റിപ്പുറം പോലീസിന്റെ അപേക്ഷ പ്രകാരം തിരൂർ മജിസ്ട്രേറ്റാണ് ഇവരെ കോടതി ഉത്തരവിലൂടെ ഇവിടെ നിരീക്ഷണത്തിനായി പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ മാസം 19 മുതൽ ഇവർ ഈ കേന്ദ്രത്തിൽ ചികിത്സയിലും നിരീക്ഷണത്തിലുമായിരുന്നു. ഇവിടെ നിന്ന് രോഗികൾ ചാടിപ്പോകുന്നത് ഇതാദ്യമായല്ല. മുമ്പ് സമാന രീതിയിൽ അന്തേവാസികൾ മതിൽ ചാടിയും സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ചും കടന്നു കളഞ്ഞിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിഭാഗം അഭിഭാഷകൻ ഇനി സർക്കാർ വക്കീൽ. കേസിൽ ആരോപണ വിധേയരായ സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകനായിരുന്ന KV പ്രദീപിനെ ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനായി നിയമിച്ചുള്ള ഉത്തരവ് പുറത്തിറങ്ങി. സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ പദവി പ്രത്യേകമായി നൽകിക്കൊണ്ടാണ് KV പ്രദീപിനെ നിയമിച്ചത്. അതേസമയം നിയമനത്തിൽ ന്യായീകരണവുമായി ദേവസ്വം മന്ത്രി K മുരളീധരൻ രംഗത്തെത്തി. നിയമനം നടത്തിയത് മുഖ്യമന്ത്രിയാണ്. അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അതിൽ താൻ ഇടപെടില്ല.
പ്രതിയുടെ ദൗർബല്യം അറിയുന്ന ഒരാൾ അഭിഭാഷകനായി വരുന്നത് നല്ലതല്ലേ എന്നും മന്ത്രി ചോദിച്ചു. ലക്ഷദ്വീപിൽ കടുത്ത നിയന്ത്രണം. സർക്കാർ സ്ഥാപനങ്ങൾക്കും ആശുപത്രികൾക്കും മുന്നിൽ പ്രതിഷേധങ്ങൾക്ക് വിലക്ക്. ലക്ഷദ്വീപിൽ ജനകീയ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ കടുത്ത നടപടികളുമായി ദ്വീപ് ഭരണകൂടം. സർക്കാർ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഇന്ധന ഡിപ്പോകൾ എന്നിവയ്ക്ക് ചുറ്റും ജില്ലാ മജിസ്ട്രേറ്റ് ശിവം ചന്ദ്ര നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. 5 അതിലധികമോ ആളുകൾ ഒത്തുചേരുന്നതിനും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നതിനുമാണ് കർശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ ജനകീയ വിഷയങ്ങളിൽ ഭരണകൂടത്തിനെതിരെ സമീപകാലത്ത് ദ്വീപിൽ പ്രതിഷേധം ശക്തമായ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. പ്രൊജക്ട് സീറോയ്ക്ക് പിന്നാലെ 850 ഉദ്യോഗസ്ഥർ വിജിലൻസിന്റെ നിരീക്ഷണത്തിൽ. സംസ്ഥാനത്ത് അഴിമതി തടയൽ വിജിലൻസ് നടപ്പിലാക്കിയ പ്രൊജക്ട് സീറോ പദ്ധതിക്ക് വലിയ ജനപിന്തുണ. പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഫോൺ, വാട്സ്ആപ്പ്, സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവ വഴി സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായ പരാതികൾ വ്യാപകമായി ലഭിക്കുന്നതായി വിജിലൻസ് അധികൃതർ അറിയിച്ചു. നിലവിൽ സംസ്ഥാനത്താകെ 850 ഉദ്യോഗസ്ഥരാണ് വിജിലൻസിന്റെ നിരീക്ഷണ പട്ടികയിലുള്ളത്. അഴിമതിക്ക് സാധ്യതയുള്ള ഓഫീസുകളും സേവന കേന്ദ്രങ്ങളും മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് പ്രത്യേക നിരീക്ഷണത്തിലാക്കുന്നതും പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ്. ഇതിനായി പ്രത്യേക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്.